വക്കീൽ 10 കോടി രൂപയുടെ കേസ് കൊടുക്കാൻ തീരുമാനിക്കുക. ഞങ്ങൾ കൊടുക്കും, അവളെ അകത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട് വാചമടിച്ച്. അൻസിബയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തെളിയിച്ചു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ന്യൂസ് ടോക്കർ എന്ന് വിളിച്ച എവളുടെ പുക കണ്ടേ അടങ്ങൂ എന്ന ശബ്ദത്തിലാണത്രേ ചേച്ചിയമ്മ. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്ത ആ ബോർശ്രീയെ കുറിച്ച് സംസാരിക്കില്ല. നമസ്കാരം. അങ്ങനെ AMMയിൽ നിന്ന് പുറത്തായ നമ്മുടെ വോട്ടില്ലാത്ത MLA ലക്ഷ്മിപ്രിയയ്ക്ക് ലക്ഷ്മിപ്രിയ അതിനുശേഷം ഭയങ്കര വികാരാധീനയായിക്ക് പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ ശവം കാണാനും പോലും നിങ്ങളാരും വരരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ഇടുന്നു. അതിന്റെ മറുപടിയായി ഉഷ എന്റെയൊക്കെ ശവം ആർക്ക് കാണാൻ മടി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോസ്റ്റ് ഇടുന്നു. അതുമല്ല ശാന്തിവിള ദിനേശ് ലക്ഷ്മിപ്രിയക്ക് നല്ല അണ്ണാട്ടി കൊടുത്തുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ മല്ലിക സുകുമാരൻ ഡബിൾ ഗെയിം ഇതിനകത്ത് കളിക്കുന്നുണ്ട്. അതായത് പരോക്ഷമായിട്ട് ഞാൻ അൻസിബയുടെ കൂടെയാണെന്ന് പറയുമെങ്കിലും മറ്റവരുടെ കൂടെയാണ്. എന്തുകൊണ്ട് മല്ലിക സുകുമാരൻ ഇതിനകത്ത് നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് വീഡിയോ. ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, വിട്ടിട്ട് പോയിട്ടുള്ളവർ എല്ലാവരും സബ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആദ്യം ലക്ഷ്മിപ്രിയ ഇട്ട പോസ്റ്റ് ഞാൻ ഇവിടെ വയ്ക്കാം. ലക്ഷ്മിപ്രിയയുടെ പോസ്റ്റ് ഇങ്ങനെയാണ്, ഞാൻ വായിക്കാം. ഞാൻ അമ്മ സംഘടനയിലെ അംഗത്വം തന്നെ രാജിവെച്ചിരിക്കുന്നു. എന്റെ രാജി മുതിർന്ന അംഗമായ ശ്രീമതി കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ ഇവരെ മൂന്നിൽ തന്നെ ഇവർക്ക് മൂന്നിൽ പേഴ്സണലായിട്ട് ഇവർ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിവർക്ക് സമർപ്പിക്കുന്നു. ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്റെ ശവം കാണാൻ പോലും ഒരുത്തരം വരരുത്. 60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിക്കാവുന്ന പെൻഷൻ എനിക്ക് വേണ്ട. എനിക്ക് പെൻഷൻ എനിക്ക് വേണ്ട എന്നുള്ളതാണ്. ഇൻഷുറൻസ് വേണ്ട, റീത്ത് വേണ്ട, അനുശോചനം ഒട്ടുമേ വേണ്ട എന്നുള്ളതാണ് ലക്ഷ്മിപ്രിയയുടെ പോസ്റ്റ്. എന്നെ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്, ബാക്കിയുള്ളവർ ഈ പടി കടന്ന് വരരുത്. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട്, ബാക്കിയുള്ളവർ ഈ പടി കടന്ന് വരരുത്, നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അതിന് മറുപടിയായിട്ട് ഉഷ എന്ന് പറയുന്ന നടി, നമുക്കറിയാം നമ്മളെ കിരീടത്തിലുള്ള ഉഷ, മോഹൻലാൽ അനിയത്തിയായിട്ട് അഭിനയിച്ച, അപ്പോൾ അവരുടെ പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാൻ പെട്ടെന്ന്. അതിന് ശേഷം നമുക്ക് ശാന്തിവിള ദിനേശിലോട്ട് പോവാം. ശ്രീമതി ലക്ഷ്മിപ്രിയ ഇന്നലെ രാത്രി എനിക്കും പൊന്നമ്മ ചേച്ചിക്കും ഒരേ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതില് മാറ്റർ എൻ്റെ FBയിലും അതിന്റെ മാറ്റർ തന്റെ FBയിലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീമതി ലക്ഷ്മിപ്രിയ ഒരു കാര്യം മനസ്സിലാക്കണം. ചാനലുകൾ തോറും കയറിയിരുന്ന് വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടുന്നത് പോലെ വർഗീയ വിഷം തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഞങ്ങൾക്ക് മനസ്സില്ല. വർഗീയ വിഷം തുപ്പി എന്ന് പറയുന്നത് അമ്മ സംഘടനയിൽ വർഗീയത കൊണ്ടുവരാമെന്നുള്ള വലിയ മോഹങ്ങൾ പൊളിച്ചടിക്കിയതിന്റെ ആ മോഹം പൊലിഞ്ഞു പോയതിന്റെ രോദനമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നുള്ളൂ. വളരെ സത്യമാണ്. പുറത്താക്കിയതിന്റെ രോദനം തന്നെയാണ് ഇത്. അൻസിബ കഴിഞ്ഞ 10 മാസം അനുഭവിച്ച വിഷമങ്ങൾ, അവഗണനകൾ, അപമാനങ്ങൾ, ഇതിനൊക്കെ ഇന്നലെ ഞങ്ങൾ മറുപടി നൽകി. അൻസിബയുടെ നിലപാട് അതാണ് ശരി. അവളെ ചേർത്ത് പിടിച്ചു. അൻസിബയുടെ നിലപാടാണ് ശരി, അതുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഒപ്പം നിന്നു. നിങ്ങളെ പോലെ വർഗീയ വിഷം തുപ്പുന്നവരെ അമ്മയ്ക്കും വേണ്ട. ജനറൽ ബോഡിയിലെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. നിങ്ങളെ ആർക്കും വേണ്ട എന്നുള്ളതായിരുന്നു. ഇന്റർവ്യൂകളിൽ ജനിപ്പിച്ച മാതാപിതാക്കളെയും ജനിച്ച മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ അത്തരം സ്റ്റേറ്റ്മെന്റ് ശരിയായില്ല. ഇന്റർവ്യൂകളിൽ അതിൻ്റെ ഇടയിൽ ഈ ഒരു സാധനം എന്തിന് കയറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ, മതത്തെയും ഖുറാനെയും തള്ളിപ്പറഞ്ഞ നിങ്ങളുടെ അത്തരം സ്റ്റേറ്റ്മെന്റ് ശരിയായില്ല എന്ന് പറഞ്ഞതിനെ എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കാൻ എൻ്റെ സഹപ്രവർത്തക പറഞ്ഞപ്പോൾ മറ്റ് സഹപ്രവർത്തകരുടെ മുന്നിൽ പബ്ലിക്കായിട്ട് നിങ്ങൾ എന്നെയും ജിഹാദിയാണ്, അവരെ വിളിക്കേണ്ട എന്ന് പറഞ്ഞില്ലേ? വായ തുറന്നാൽ വർഗീയത വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണണമെന്ന് എനിക്കൊരു താല്പര്യവും ഇല്ല എന്നാണ് ഉഷ പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ രണ്ടുപേരും മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. പേര് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട. ഉഷ എന്ന് പറയുന്നത് മുസ്ലിമാണ്, ലക്ഷ്മിപ്രിയ മുസ്ലിമാണ്. ലക്ഷ്മിപ്രിയ മുസ്ലിം ആയിരുന്നു, ഇപ്പോൾ ഹിന്ദു മതം സ്വീകരിച്ച് ജീവിക്കുന്നു. മറ്റവർ ഇപ്പോഴും പേരിൽ മാത്രമേ ഉഷയെന്നുള്ളൂ, അവരിപ്പോഴും മുസ്ലിം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്നെയും ജിഹാദി എന്ന് വിളിച്ചപ്പോൾ ഇവർ പണ്ട് ഈ ലക്ഷ്മിപ്രിയ ഖുറാനെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ട് എന്തൊക്കെ സംഭവങ്ങൾ ഞാൻ കണ്ടത്. അപ്പോൾ അതിനെ ഇവർ വിമർശിച്ചുകൊണ്ട് ഈ പറയുന്ന ഉഷ ഒരു ബൈറ്റ് എന്തോ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ഏതോ പ്രോഗ്രാമിന് ഉഷയെ വിളിക്കാൻ സമയത്ത് ഇവളെ ഒരു ജിഹാദിയാണ്,
അതുകൊണ്ട് അവളെ വിളിക്കേണ്ട എന്ന് ലക്ഷ്മിപ്രിയ പറഞ്ഞു എന്നുള്ളത്. ഇത് അവരുടെ ഡാഡി അവിടെ നടക്കട്ടെ. ഇനി നമുക്ക് മെയിൻ വിഷയത്തിലേക്ക് വരാം. ഈ നമ്മുടെ ശാന്തിവിള ദിനേശ് കൊടുത്ത ബൈറ്റിലേക്ക് പോവാം. ഓക്കെ, ഇത് അതിനേക്കാളും താഴെയാണ്. വെറും തറയാണെന്നേ, വെറും തറ വർത്തമാനങ്ങളിലൂടെ. അത് നിങ്ങൾ ആലോചിച്ചു, ഒരു പ്രൊഡ്യൂസറെ പറ്റിച്ച് 20 ലക്ഷം രൂപ പറ്റിച്ച് കോടതിയിൽ ശിക്ഷിക്കാറായി, കേസിന്റെ വാദത്തിൽ ശിക്ഷിക്കാറായി വരുന്നവൾ പോലും അമ്മയുടെ തലപ്പത്തിരുന്നുകൊണ്ട് കാണുന്ന ആരെയും ഇൻക്ലൂഡിങ് മീ എന്ന് പറയാം, കാരണം എന്നെ അടക്കം അമ്മയുടെ അഡ്രസ്സും പറഞ്ഞ് ചീത്ത വിളിക്കുകയും അതൊക്കെ രാജിവെച്ച് പോയാൽ ആ സംഘടന നന്നാവുന്നേ. എന്നെ അടക്കം ചീത്ത വിളിക്കുകയാണ്. അതായത് ഞാൻ ഇന്നലെ ലക്ഷ്മിപ്രിയ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, ആരോ മറ്റേതാണ് പിന്നെ പണ്ടെങ്ങാണ്ടോ സിനിമയിൽ എന്തോക്കെ ഡയറക്റ്റ് ചെയ്തെന്ന് വീമ്പിളക്കുന്ന 2 കളവന്മാരെന്ന് പറഞ്ഞാൽ ഒരാൾ ഞാൻ പറഞ്ഞില്ല, അത് ശാന്തിവിള ദിനേശ് ആയിരുന്നു എന്നുള്ളതാണ്. 20 ലക്ഷം പറ്റിച്ച കേസും പറയുന്നുണ്ട്. ഇതിൽ നിന്ന് പോണതാണ് നല്ലത്. ഇതൊക്കെ ഈ ഐറ്റംസുകൾ പോകുന്നതാണ് നല്ലത്. അത് ചിലപ്പോൾ അതുകൂടെ ഇനിയിപ്പോൾ അമ്മ നന്നാവാൻ സാധ്യതയുണ്ട്. അൻസിബയ്ക്ക് ശരിക്കും നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഉറപ്പായിട്ടും കാരണം ആ ജനറൽ ബോഡിയിൽ എന്താ പറയുക 200 ലക്ഷം പേരെന്തോ ഒപ്പിട്ടു എന്ന് പറഞ്ഞു അവിശ്വാസത്തിന്. അയാളെ അൻസിബയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് തെളിയിച്ചു അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അൻസിബയ്ക്ക് നീതി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് 250 പേരം ആൾക്കാർ അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പ് ചെയ്തു എന്ന് അത്രയും പേര് അൻസിബയുടെ കൂടെയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് അൻസിബ എന്ന് പറഞ്ഞ് എനിക്ക് നീതി കിട്ടി എന്നുള്ളത്. തമ്മിലുള്ള വിഷയത്തിനെ പറ്റി എന്താ പറയുന്നത്? ഞാൻ ആ സ്ത്രീയെ കുറിച്ച് ഒരു വക സംസാരിക്കില്ല. യാതൊരു നാക്കിന് ലൈസൻസ് ഇല്ലാത്ത, ജീവിതത്തിൽ സത്യസന്ധത എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ആ ബോർ സ്ത്രീയെ കുറിച്ച് സംസാരിക്കില്ല. അവരെ കുറിച്ചൊന്നും സംസാരിക്കില്ല. രാജിവെച്ച് പോയല്ലോ, പിന്നെന്താ? 1% ഇല്ല. നട്ടാക്കുരു 20 ലക്ഷം രൂപ കേസിലെ പ്രതിയാണ്. ഇപ്പൊ ശിക്ഷിക്കും കോടതി. അപ്പോൾ എന്നിട്ട് ചാനലുകളിൽ വന്ന് നിങ്ങളെ പോലുള്ളവരെ കാണുമ്പോൾ പറയുന്നത് എന്താ? ഞാനാണ് കേസ് കൊടുത്തേക്കണേ. ഞാനല്ല കൊടുത്തത്, പൈസ പറ്റിച്ച ഒരു നിർമ്മാതാവാണ് കൊടുത്തേക്കണേ. അതിന് ഫുൾ പ്രൂഫ് പറ്റിയിരിക്കുക, മുഴുവൻ തെളിവ് പറ്റിയിരിക്കുക. അപ്പം നട്ടാക്കുരുക്കാത്ത കള്ളം പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് നമ്മളെന്ത് പറയാം? നമ്മുടെ ലക്ഷ്മിപ്രിയ നട്ടാക്കുരുക്കാത്ത കള്ളമാണ് പറയുന്നത്. അതായത് 20 ലക്ഷം പറ്റിച്ചില്ലേ ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് കേസ് കൊടുത്തത്, കേസ് ഏതാണ്ട് വിധിയാവാതെ അവരെ ശിക്ഷിക്കും എന്നൊക്കെയാണ് ഈ പറയുന്ന ശാന്തിവിള ദിനേശ് പറയുന്നത്. ഇതിന്റെ ചൊരുപ്പാണ് എന്ത് ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ടത് എന്നുള്ളത്. ഇനി ഇവരുടെ ഞാൻ ഇപ്പോഴേ കാണുന്നത് ഈ ശാന്തിവിള ദിനേശിന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇവരെ കുറിച്ച് പേര് പറയാതെ പരാമർശിക്കുന്നുണ്ട്. അത് ഇവരെ കുറിച്ച് മാത്രമല്ല, മല്ലിക സുകുമാരന്റെ ഇരട്ടത്താപ്പും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അത് കേൾക്കാം. ലൂസ് ടോക്കാണ്, അല്ലെങ്കിൽ ലൂസ് ടോക്കറാണ് ഈ ചേച്ചിയമ്മ എന്ന് ഏതോ കഷ്ടകാല സമയത്ത് അമ്മയുടെ സെക്രട്ടറി പറഞ്ഞതിൻ്റെ പ്രതികാരം തീർക്കുകയാണത്രേ ചേച്ചിയമ്മ. എന്നെ ലൂസ് ടോക്കർ എന്ന് വിളിച്ച എവളുടെ പുക കണ്ടേ അടങ്ങൂ എന്ന ശബ്ദത്തിലാണത്രേ ചേച്ചിയമ്മ. അതിനെ എതിർപക്ഷക്കാർ നന്നായി ഉപയോഗിക്കുന്നു. എന്നാൽ സത്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീരത്നം ലൂസ് ടോക്കർ ആണ് എന്ന് പറഞ്ഞത് കമ്മിറ്റി മെമ്പറായ ബുദ്ധിജീവിയും VD സതീശൻ്റെ അളിയനുമായി നടക്കുന്ന വികാരജീവിയാണ്. സെക്രട്ടറി അല്ല പറഞ്ഞത്. ഓക്കെ, അതായത് ഇവിടെ ഈ പുള്ളി പറഞ്ഞു വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറെ ഇതിന് മുമ്പേ കുറെ കാര്യങ്ങൾ മല്ലിക സുകുമാരനെ കുറിച്ച് പേര് പറഞ്ഞില്ല. ചേച്ചിയമ്മ എന്ന് ഉദ്ദേശിക്കുന്ന പുള്ളി അവരെ തന്നെയാണ്. ഈ മല്ലിക സുകുമാരൻ പറയുന്ന ശ്വേതാ മേനോനും തമ്മിൽ ഭയങ്കര അടുപ്പമാണ്, ടിനി ടോമും വഴി അടുപ്പമാണ്. ഈ ഇവര് എല്ലാവരും കൂടി മല്ലിക സുകുമാരൻ എന്ത് ചെയ്തു, പറഞ്ഞ് ഇളക്കി നിങ്ങളൊന്ന് വലിയൊരു പിന്നെ എന്താണ് ഈ പറഞ്ഞതല്ല സീനിയർ ആയിട്ടുള്ളൊരു നടിയല്ലേ, നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് മല്ലിക സുകുമാരനെ അടുത്ത് നിർത്തി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചപ്പോൾ മല്ലിക സുകുമാരനെ ഇവരെ നോട്ടീസ് അയക്കാത്തത്. അതുകൊണ്ട് പലരും ചോദിച്ചു എന്തുകൊണ്ട് മല്ലിക സുകുമാരനെ നോട്ടീസ് അയച്ചാൽ എല്ലാവരും എന്ന് പറഞ്ഞല്ലോ. അൻസിബയ്ക്ക് കാരണം കാണിക്കുന്നത് മീഡിയയിൽ വന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞ് അൻസിബയ്ക്ക് കാരണം കാണിക്കാനുള്ള നോട്ടീസ് അയച്ചു, മല്ലിക സുകുമാരൻ അയച്ചില്ല. കാരണം മല്ലിക സുകുമാരനും ശ്വേതാ മേനോനും എല്ലാം കൂടി ഒറ്റക്കെട്ടായിരുന്നു. മല്ലിക സുകുമാരൻ ഇവിടെ വന്ന് ഇവർക്ക് വേണ്ടി സംസാരിക്കും എന്ന് കരുതി. അതുമല്ല മല്ലിക സുകുമാരൻ ആരെ കണ്ടെടുത്ത കണ്ടുകൂടാ, ഈ പറയുന്ന കുക്കു പരമേശ്വരന് കണ്ടെടുത്ത കണ്ടു. കുക്കു പരമേശ്വരന് ഈ പറയുന്ന ശ്വേതാ മേനോനും ഉടക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഈ മല്ലിക സുകുമാരൻ ഈ ശ്വേതാ മേനോന്റെ കൂടെ നിന്നു. പക്ഷെ അവിടെ വന്നപ്പോൾ മല്ലിക സുകുമാരൻ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊന്നും നടന്നില്ല. ആരും വലിയത് മൈൻഡ് ചെയ്തില്ല. എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കൊടുത്തിട്ട് പിന്നെ എപ്പോഴൊക്കെയാണ് സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അതിനുശേഷം വെളിയിറങ്ങി എന്ന് പറയുന്നത് ശ്വേതാ മേനോൻ അല്ല പിന്നീട് രാജിവെക്കേണ്ടത്, മറ്റത് കുക്കു പരമേശ്വരനാണ് രാജിവെക്കേണ്ടത്. പിന്നീട് അൻസിബ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. അത് മാലാപർവതി പറഞ്ഞ മാലാപർവതിയെ വിമർശിച്ചുകൊണ്ട് അയ്യോ അൻസിബ അവിടെ നിന്ന് എന്തൊക്കെ പറഞ്ഞു, അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരങ്ങളിൽ നിന്ന് തന്നെ എവരുടെ പക്ഷം ആരുടെ കൂടെയാണ്, ഈ പറയുന്ന ശ്വേതാ മേനോൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ കൂടെയാണ്. അത് എന്നിട്ട് പറയുന്നത് അത് വേറൊരു കേസും പറഞ്ഞു ലക്ഷ്മിപ്രിയ
ലക്ഷ്മിപ്രിയ ചെയ്ത് തെറ്റിയാണ്, പക്ഷെ അവൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുത്തില്ല. അതായത് മല്ലിക സുകുമാരനെ ഇവര് ബ്രെയിൻ വാഷ് ചെയ്ത് അവരെ പക്ഷത്തിലേക്ക് ചേർത്തു. മല്ലിക സുകുമാരൻ അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, രാജിവെച്ചിട്ടുണ്ട് മല്ലിക സുകുമാരൻ. ഓക്കെ, അതായത് ശ്വേതാ മേനോന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് താനും രാജിവെക്കുന്നു എന്നുള്ളതാണ്. അൻസിബ പറയുന്നതൊക്കെ പരദൂഷണമാണെന്ന് ആദ്യം കണ്ടുപിടിച്ചതും ഈ ചേച്ചിയമ്മ. എന്നാൽ അമ്മ കമ്മിറ്റിയെ വരച്ച വരയിൽ നിർത്തുന്ന 20 ലക്ഷം കക്കിയ മഹതി 2 നാൾ മുൻപും പറഞ്ഞു മത തീവ്രവാദികളാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്നതെന്ന്. അൻസിബയുടെ പിന്നിൽ മത തീവ്രവാദികൾ, അതായത് മുസ്ലിം മത തീവ്രവാദികളാണ് കളിക്കുന്നതെന്ന് പഴയ സൈനബ ചേച്ചി പറയുന്നു. സൈനബ ചേച്ചി ഇപ്പോൾ ഉത്തമ ഹിന്ദുവാണല്ലോ. ആവശ്യമുള്ളതൊന്നും കാണാൻ മെനക്കെടാത്ത ചേച്ചിയമ്മ ഇതൊന്നും കാണാറുമില്ല, കണ്ടാൽ കണ്ടതായി പറയാറുമില്ല. നൊട്ടോറിയസ് ക്രിമിനലുകൾക്ക് പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതാണ് ചേച്ചിയമ്മയുടെ ശപഥം. മനസ്സിലായോ? ഇതാണ് പുള്ളി ചോദിക്കുന്ന ന്യായമാണ്. ഇതൊക്കെ മത തീവ്രവാദികളെന്ന് വിളിച്ചതൊക്കെ കാണാതെ പോയി. നൊട്ടോറിയസ് ക്രിമിനൽസ് ആണ് ബാക്കി അവിടെ നിൽക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കു പരമേശ്വരൻ ഇവരെ ലൂസ് ടോക്കർ എന്ന് വിളിച്ചു, ലൂസ് ടോക്ക് പറയുന്നു എന്ന് പറഞ്ഞതിനെ മറ്റുള്ളവരെന്ന് പൊലിപ്പിച്ചു. മനസ്സിലായി? ഈ ശ്വേതാ മേനോൻ അടങ്ങുന്ന ടിനി ടോം അടങ്ങുന്ന സംഘം മല്ലിക സുകുമാരനെ വിളിച്ച് അവരെ സോപ്പിട്ട് നിങ്ങൾ വലിയ മറ്റേതാണ് മറിച്ചാണ്, നിങ്ങൾ കൂടെ നിന്ന് ഇത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഇവരെ പക്ഷത്തേക്ക് നിർത്തി. മല്ലിക സുകുമാരൻ അതിനകത്ത് വീണ് പോയെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, 20 ലക്ഷം പറ്റിച്ച തരികിട വൈസ് പറയുന്നത് കേട്ടില്ലേ? എൻ്റെ പേരിൽ തന്ന കേസിൽ തരുമ്പും സത്യമില്ല എന്ന് കണ്ടെത്തിയ കേരള പോലീസിനും ഫയർഫോഴ്സിനും അതിൻ്റെ തലപ്പത്തെ ഉദ്യോഗസ്ഥർക്കും BD സതീശനുമൊക്കെ നമോഭാഗം എന്നാണ് ഈ തരികിട ആരെയും പറ്റിച്ച് ജീവിക്കുന്ന പെണ്ണുപിള്ള പറയുന്നത്. ഏറ്റെടുത്ത എല്ലാ കേസും തോറ്റ ചരിത്രമുള്ള വക്കീൽ. ഫസ്റ്റ് സ്ഥാനത്തിനാണ് വെച്ച ചേരുമ്പടിയല്ലേ ചേരൂ. എൻ്റെ വക്കീൽ 10 കോടി രൂപയുടെ കേസ് കൊടുക്കാൻ തീരുമാനിക്കുക, ഞങ്ങൾ കൊടുക്കും, അവളെ അകത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട് വാചമടിച്ച്. അപ്പോൾ 1 കോടി രൂപ കോടതി കെട്ടിവെക്കണം. അത് തന്നെ ഒരു സത്യം പറഞ്ഞാൽ എന്താണ് പറയുന്ന ഒരു ബോധവും ഇല്ലാതെ ഞാൻ 10 കോടിക്ക് ഞാൻ അൻസിബയ്ക്കെതിരായിട്ട് കേസ് കൊടുക്കുമെന്ന് നമ്മുടെ ലക്ഷ്മിപ്രിയ പറഞ്ഞത്. കാരണം 1 കോടി രൂപയ്ക്ക് നഷ്ടപരിഹാരത്തിന് കേസ് കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ് നിങ്ങൾ നഷ്ടപരിഹാര കേസ് കൊടുക്കുന്നത്? അതിന്റെ 10% കോടതിയിൽ കെട്ടിവെക്കണം. 1 കോടി രൂപയുടെ 10% എന്ന് പറയുമ്പോൾ അത് ഏതാണ്ട് 10 കോടി രൂപയുടെ 10% ഏതാണ്ട് 1 കോടി രൂപ. 1 കോടി രൂപ കെട്ടിവെക്കണം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാതെ വന്നിരുന്ന വീരവാദം വായ്ത്താളം അടിച്ചു വിടുന്നത് എന്നുള്ളതാണ്. അതാണ് ശാന്തിവിള ദിനേശ് അതിനകത്ത് പറയുന്നത്. ആ 1 കോടി ഉണ്ടായിരുന്ന 20 ലക്ഷം പറ്റിച്ചവനും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. 20 ലക്ഷം പോയിട്ട് 20 രൂപ പോലും അവരെ എടുക്കാനില്ല. ഈ പറയുന്ന പൊങ്ങച്ചം മാത്രമേ ഉള്ളൂ. അമ്മയുടെ തലപ്പത്ത് കയറിയപ്പോൾ അഹങ്കാരം കൂടി ആ അമ്മയുടെ പേര് പറഞ്ഞു കണ്ണി കാണുന്നവരെ എല്ലാം ചീത്ത വിളിക്കുന്ന ആ ഒരു എന്തോ ഞാൻ മറ്റവളായിപ്പോയി എന്നൊരു ചിന്തയാണ് ഈ പറയുന്ന ആർക്ക് ലക്ഷ്മിപ്രിയയ്ക്ക് വന്നത് എന്നാണ് നമ്മുടെ പേര് പറയാതെ നമ്മുടെ ശാന്തിവിള ദിനേശ് അതിൽ പറഞ്ഞു വെക്കുന്നത്. ഏതാണ്ടൊക്കെ പറയുന്നതൊക്കെ ഏതാണ്ട് നല്ലതാണ്. അഹങ്കാരം ഈ പറയുന്ന കൊടുമുടിയിൽ എത്തിയതാണ് ഈ ലക്ഷ്മിപ്രിയയ്ക്ക് പറ്റിയ ഒരു സംഭവം. ഇപ്പം വട്ടപൂജ്യമായി ആരുമില്ലാതെ ഒരു ഗതിയിൽ ഒരു മെമ്പർ പോലും അല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നു. ശ്വേതാ മേനോൻ ഉൾപ്പെടുന്ന ടിനി ടോം ഉൾപ്പെടുന്ന അവരൊക്കെ തിരിച്ച് പല രീതിയിൽ കയറും. താങ്കൾ അവിടെ ഈ അഹങ്കാരം വെച്ചുകൊണ്ടിരിക്കും. എല്ലാവരും പുറത്തിറങ്ങി എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു സംഭവം ഇതാണ്: ലക്ഷ്മിപ്രിയ എന്തുകൊണ്ട് നിങ്ങൾ ശിക്ഷിച്ചില്ല? ലക്ഷ്മിപ്രിയയാണ് ഈ ഒരു സംഭവം, അതായത് കുക്കു പരമേശ്വരനെതിരായിട്ട് ഇത്രയും വളരെ വൃത്തികെട്ട രീതിയിൽ വളരെ തെറി വിളിച്ചുകൊണ്ടുള്ള ഒരു വോയിസ് പുറത്തെടുത്തിട്ട് പബ്ലിഷ് ആക്കിയത് ലക്ഷ്മിപ്രിയയാണ്. ആ ഒരു സ്പോട്ടിൽ നിന്നാണ് അമ്മ AMM എന്ന് പറയുന്ന സംഘടന ഇത്രയും ചീഞ്ഞളിഞ്ഞ് ചെളിവാരി എറിയുന്ന ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത് ആ ലക്ഷ്മിപ്രിയയുടെ ഒരൊറ്റ വോയിസാണ്. ഇത്രയും വൃത്തികെട്ട, ഇത്രയും നിലവാരമില്ലാത്ത, ഇത്രയും സംസ്കാരമില്ലാത്ത ആൾക്കാരാണോ അമ്മയുടെ തലപ്പത്ത് ഇരിക്കുന്നത് എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത് ആ ഒരൊറ്റ വോയിസിൽ നിന്നാണ്. അതിപ്പം ജൈവൻ തന്നെ തിരിച്ചടി കൊടുത്ത് നല്ല 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ എൻ്റെ ശവം കാണാൻ ആരും വരണ്ട എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ശവം നമുക്ക് കാണണ്ട എന്നാണ് മറുപടി. എന്നാലും മറുപടിയും കൊള്ളാം. എല്ലാം കൂടെ നമ്മുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം. ജയ് ഹിന്ദ്.